ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ഞാനും ഏറ്റവും കൂടുതൽ കേട്ട് ചിരിച്ചിട്ടുള്ള ഒരു വാക്കാണ് പ്രസവം. പ്രസവ വേദന. ചിരി വരുന്നില്ലേ നിങ്ങൾക്ക്? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ഫ്രസ്ട്രേഷൻ. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ചിരിക്കടേ, ഇതൊക്കെ തമാശയാണെന്ന്. അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അഖിൽ മാരാറിന്റെ വീട്ടിലിപ്പോ മിക്ക ദിവസവും പുട്ടാണ്. ബിക്കോസ് ആ പുട്ടുപൊടി ആരുണ്ടാക്കിയതാണോ നിങ്ങളുടെ വിചാരം? അഖിൽ മാരാറിന്റെ വൈഫ് പ്രസവിച്ചെണീറ്റ് അപ്പൊ തന്നെ മാറിയിരുന്ന് അരി കുത്തി പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ്. സംശയമുണ്ടോ? മാരാറോട് ചോദിക്കണോ? അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ അതെ, പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് എൻജോയ് ചെയ്യാൻ തോന്നുമ്പോൾ ഭർത്താക്കന്മാരോട് പറയും, ചേട്ടാ എന്നെ ഒന്ന് ഗർഭിണിയാക്കൂ, എനിക്ക് എൻജോയ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഈ എൻജോയ്മെന്റ് ഒന്നും അറിഞ്ഞൂടന്നേ. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതിനൊറ്റ വഴിയേ ഉള്ളൂ. അണ്ണൻ ജനപ്രതിയായിട്ട് മത്സരിച്ചിട്ടില്ലേ? അണ്ണ എന്തായാലും ജയിക്കുമല്ല. ജയിക്കുമ്പം ഈ ആശുപത്രികളൊക്കെ അങ്ങ് നിരോധിക്കണം. ആശുപത്രി ഉണ്ടെങ്കിലേ ഈ പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി പെറുള്ളൂ. കേരളത്തിന്റെ ആകെയുള്ള ഒരു പ്രതീക്ഷ എന്താണെന്ന് അറിയാമോ? മാരാർക്ക് 2 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾക്ക് പ്രസവ വേദന വരുമ്പോൾ മാരാർ എന്ത് ചെയ്യും? 2 മുറികൾ അങ്ങോട്ട് തുറന്നു കൊടുക്കും. എന്നിട്ട് അരി ഇടിക്കാനുള്ള സാമഗ്രികൾ അപ്പുറത്തും ഇപ്പുറത്തോട്ട് സജ്ജീകരിക്കും. പ്രസവിച്ചിട്ട് അരി ഇടിക്കട്ടെ. അല്ലേ? അതല്ലേ വേണ്ടത്?